ഉള്ളത്. അതുകൊണ്ട് യഥാർത്ഥ ജീവിതം ആഖിറമാണ്. അവിടെയാണ് ഒരിക്കലും നശിക്കാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, പ്രയാസമില്ലാത്ത, ഖേദിക്കേണ്ടാത്ത ഒരു ജീവിതം ആഖിറമാണെങ്കിൽ അള്ളാഹു ആ വീട്ടിലേക്കാണ് നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്വാളിറ്റി ഉള്ളവരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ആ വീട്ടിലേക്ക് സെലക്ഷൻ നടത്തുന്നത്. ക്വാളിറ്റി ഉള്ളവരെ നോക്കൂ. എന്താണ് അവിടുത്തെ ക്വാളിറ്റി? ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സമ്പത്തോ സാമ്പത്തികമായോ സൗന്ദര്യമായോ ഇതൊന്നുമല്ല അള്ളാഹുവിന്റെ നോട്ടം. അള്ളാഹു ഒരുവന്റെ ബാഹ്യ ഭാഗത്തിലേക്ക്, അവന്റെ വസ്ത്രത്തിലേക്ക്, അല്ലെങ്കിൽ അവന്റെ ആകാര സൗഷ്ഠവത്തിലേക്ക്, അവന്റെ രൂപഭാവങ്ങളിലേക്കുള്ള നോട്ടമല്ല അള്ളാഹുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവർത്തനം എത്രത്തോളമാണ് എന്നാണ് ശ്രദ്ധിക്കുന്നത്. ഓരോ സന്ദർഭത്തിലും അവന്റെ ഓരോ ചലനങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവനാണോ ഇല്ലയോ എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മലക്കുകളെ കൊണ്ട് രേഖപ്പെടുത്തിയതിനു ശേഷം നാളെ ആഖിറത്തിൽ അവനെ വിളിക്കുമ്പോൾ, വിചാരണയ്ക്ക് വിധേയനാക്കപ്പെടുമ്പോൾ, ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിൽ 4 ചോദ്യങ്ങൾ ഇവനോട് അള്ളാഹു ചോദിക്കും. ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഔദാര്യത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കും. ഇത് ഞാനും നിങ്ങളും ഈ ചോദ്യത്തിന്റെ മുന്നിൽ വിറങ്ങലിച്ചു പോയാൽ, നമുക്കതിന് മറുപടി ഇല്ലാതെ പോയാൽ ആഖിറത്തിൽ ഞാനും നിങ്ങളും നിരാശരായി പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള വഅദ്, നസീഹത്തുൽ, ഉപദേശങ്ങളിലൂടെ ജനങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ പോകുമ്പോൾ ആഖിറവുമായി ഒരു ബന്ധമുണ്ടാക്കി കൊടുക്കുന്നതിനാണ് ഈ പ്രഭാഷണങ്ങൾ. അതുകൊണ്ട് ഈ പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്താണ്? ആഖിറവുമായുള്ളൊരു ബന്ധമാണ്. ഇന്നിപ്പോ ഇവിടുത്തെ വിഷയം യുവസമൂഹത്തിന്റെ അഴിഞ്ഞാട്ടം എന്ന് പറയുമ്പോൾ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് യുവാക്കളുടെ അഴിഞ്ഞാട്ടത്തെ കുറിച്ച് ഈ വിനീതം പല ഭാഗങ്ങളിലും പറയാറുണ്ട്, പല സ്റ്റേജുകളിലും പറയാറുണ്ട്. പറച്ചിൽ നടക്കുന്നുണ്ട്, അഴിഞ്ഞാട്ടത്തിന് കുറവില്ല. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കല്യാണത്തിന്റെ അഴിഞ്ഞാട്ടം വല്ല കുറവുണ്ടോ? ആരെല്ലാം ഉലമാക്കൾ ഒന്നടങ്കം എതിർത്തിട്ടും അതിൽ യാതൊരു കുറവുമില്ല. പ്രഭാഷണങ്ങളെല്ലാം തുരുതുരെ നടന്നുകൊണ്ടിരിക്കുന്നു. 1 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ 4-5 പ്രഭാഷണങ്ങളാണ്. അവിടെ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടുന്നു. കുറെ ലൈറ്റിന്റെ അലങ്കാരം, തോരണത്തിന്റെ അലങ്കാരം, കൊടികളെല്ലാം വെച്ച് വളരെ സന്തോഷത്തോടുകൂടി ഉത്സവത്തിന്റെ പ്രതീതി പോലെ പ്രഭാഷണങ്ങളും പ്രഘോഷണങ്ങളും ഒക്കെ നടക്കുമ്പോ സമുദായത്തിന്റെ അഴിഞ്ഞാട്ടത്തിന് ഒരു മാറ്റവും കാണുന്നില്ല. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? ഈ പ്രഭാഷണം കേൾക്കാൻ ഈ ഉമ്മത്ത് തയ്യാറല്ല. കേൾക്കുന്നത് ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബിയെ ഉപദേശിക്കും. വിശ്വാസികളാണെങ്കിൽ ആ ഉപദേശം അവർക്ക് പ്രയോജനപ്പെടും. അപ്പോ പ്രയോജനം വിശ്വാസികളാണെങ്കിൽ പ്രയോജനപ്പെടും എന്ന് പറയുമ്പോൾ പ്രഭാഷണം കേട്ടിട്ട് ആ പ്രഭാഷണത്തെ ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ഒരു സമുദായം തയ്യാറാകാതെ വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അവൻ വിശ്വാസി അല്ല എന്നല്ലേ എന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആൻ ഗവേഷണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സത്യമാണിത്. ഇന്ന് പ്രഭാഷണം എന്ന് പറയുന്നത് ആളുകളെ നോക്കിയിട്ട് വരും. എങ്ങനെയുണ്ട്? സ്റ്റണ്ട് ഉണ്ടോ? അല്ലെങ്കിൽ ചിരിയുണ്ടോ? തമാശയുണ്ടോ? കളിയുണ്ടോ? കോമഡി ഉണ്ടോ? സജ്ജുണ്ടോ? ടെമ്പോ ഉണ്ടോ? ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് ഇന്ന് പ്രഭാഷണത്തിന് ആളുകൾ വരിക. ഇൽമിനെ തേടിയിട്ടല്ല ആളുകൾ ഇന്ന് വരിക. ഇൽമ് ദാഹിച്ചു വരുന്നവർക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ കേട്ട് പഠിക്കണം, മനസ്സിലാക്കണം എന്ന ചിന്തയോടുകൂടി വരും. പക്ഷെ അതല്ലാതെ വരുന്നത് വേറെന്തോ അത്ഭുതങ്ങൾ കാണാനും, വേറെ എന്തോ മനസ്സിലാക്കാനും, വേറെ എന്തോ ഒക്കെ ആ സദസ്സിൽ നിന്ന് പെറുക്കിയെടുക്കാനുള്ള ആവേശത്തോടെ വരുന്നു. പക്ഷെ അവര് അതുമായി പോകുന്നു. ജീവിതത്തിൽ മാറ്റമില്ല. ജീവിതത്തിൽ മാറ്റമില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മതപ്രഭാഷണം നടക്കുന്നത് കാസർഗോഡ് ജില്ല. അസ്തമിക്കുന്നില്ല. പ്രഭാഷണത്തിന് തിരശീല വീഴുന്നില്ല. ഒരു പരിപാടി തുടങ്ങുമ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ അടുത്ത പരിപാടിക്ക് വീണ്ടും തുടക്കം കുറിക്കുകയാണ്. സ്റ്റേജിൽ ഒരു പരിപാടി തീരുന്നപാടെ അവിടെ വെച്ച് അടുത്ത ബുക്കിംഗ് തുടങ്ങുകയാണ്. പ്രഭാഷണത്തിന് ഒരു കുറവുമില്ല. പക്ഷെ എന്തേ നമ്മുടെ സമുദായത്തിന് ഒരു മാറ്റം ഉണ്ടാകാത്തത്? ചെറുക്കളയിൽ ഞാൻ സംസാരിച്ചു, കല്യാണത്തിന്റെ ദൂരത്തിനെതിരെ സംസാരിച്ചു. ബോവിക്കാനത്ത് പ്രസംഗിക്കാൻ വരുമ്പോൾ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചെറുക്കളയിൽ തന്നെ വലിയ ഗാനമേള, DJ രാത്രി. ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് അല്പസമയം ഒന്ന് ശ്രദ്ധിച്ചു, ഒന്ന് ഇറങ്ങി പോയാലോ എന്ന് ആലോചിച്ചു പോയി. അപ്പോൾ ആ ഭാഗത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നു. അവനോട് ഞാൻ ചോദിച്ചു, അവിടെ ആളുകളുണ്ടോ? DJ നടന്നാൽ ആളുകളുണ്ടോ? അന്വേഷിച്ചപ്പോൾ എന്താ, പെണ്ണുങ്ങളൊക്കെ നല്ല തട്ടവിട്ട് അതോടുകൂടി മര്യാദയോടുകൂടി തസ്ബീഹും പിടിച്ചിട്ടാണ് കയ്യിലിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഈ പെണ്ണുങ്ങൾ എന്തിനു വന്ന് വെക്കണം?
എവിടെയും സ്ത്രീകൾ ധാരാളം ഒരുമിച്ച് കൂടുന്നു. വാദിന്റെ സദസ്സുകളിൽ, ഖുർആൻ ക്ലാസിന്റെ സദസ്സുകളിൽ, ദിക്റിന്റെയും സലാത്തിന്റെയും സദസ്സുകളിൽ സഹോദരിമാരുടെ ആധിക്യമാണ്. പക്ഷേ ഈ പ്രഭാഷണങ്ങൾ കൊണ്ട് എന്ത് പുണ്യമാണ് അവർ ആർജിച്ചെടുക്കുന്നത്? അതെന്താ ചിന്തിക്കാത്തത്? പ്രഭാഷണത്തിന് വല്ല കുറവുണ്ടോ? ആളുകൾ കൂടുന്നതിന് വല്ല കുറവുണ്ടോ? അഴിഞ്ഞാട്ടത്തിന് എന്തേ പരിസമാപ്തി കുറിക്കാത്തത്? അഴിഞ്ഞാട്ടത്തിന് തിരശീല വീഴുന്നില്ല. അഴിഞ്ഞാട്ടം ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലുടനീളം. അതിന് നമ്മുടെ സ്ത്രീകളാണ് സാക്ഷ്യം വഹിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വിശ്വാസികളാണെങ്കിൽ നബിയെ പ്രഭാഷണം പ്രയോജനപ്പെടും, വിശ്വാസികളല്ലയോ പ്രഭാഷണം പ്രയോജനപ്പെടുകയില്ല. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളെല്ലാം വിശ്വാസികളാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും വിശ്വാസികളാകാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ വിജയിച്ചു എന്ന് ഖുർആൻ പറഞ്ഞത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആരാണ് വിശ്വാസികൾ? വിശ്വാസികൾ വിജയം വരിച്ചുവെന്ന് ഖുർആൻ പറയുമ്പോൾ നമസ്കാരത്തിൽ ഭവ്യതയുള്ളവരാണ് വിശ്വാസികൾ. നമസ്കാരത്തെ കൃത്യനിഷ്ഠയോടെ കാണുന്നവരാണ് വിശ്വാസികൾ. നമസ്കാരത്തിൽ വിനയത്തോടുകൂടി അല്ലാഹുവിനെ സമീപിക്കുന്നവരാണ് വിശ്വാസികൾ. അനാവശ്യ ആർഭാട ആഡംബര കാര്യങ്ങളുമായി ബന്ധമില്ലാത്തവരാണ് വിശ്വാസികൾ. അഴിഞ്ഞാട്ടവുമായി ബന്ധമില്ലവർക്ക്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടാത്തവരാണ് വിശ്വാസികൾ. ആ വിശ്വാസികളാണ് വിജയം വരിച്ചവർ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും അവകാശികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ സ്വർഗത്തിന്റെ അവകാശികൾ നരകത്തിന്റെ അവകാശികളെ നോക്കിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഫീ ജന്നാതി യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين فما تنفعهم شفاعة الشافعين. പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പ്രവേശന അനുമതി ലഭിച്ച അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ അഹങ്കാരികളായി ദുനിയാവിൽ ജീവിച്ചു മരിച്ച തമ്മാടി വർഗത്തെ നരകത്തിൽ കാണുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, ഫീ ജന്നാതി അനിൽ മുജ്രിമീന മാ സലകകും ഫീ സഖർ. എന്തേ നിങ്ങൾ സഖർ എന്ന് പറയുന്ന മാരകമായ ശിക്ഷകളുള്ള ചൂടുള്ള മാരകമേറിയ ശിക്ഷകളുള്ള ഭാരമേറിയ ശിക്ഷകളുള്ള സഖർ എന്ന നരകത്തിൽ കടക്കാനുള്ള കാരണം എന്തേ? സ്വർഗവാസികൾ നരകവാസികളോട് ചോദിക്കുമ്പോ ആ നരകത്തിന്റെ അടിമകളായി അതപ്പതിച്ചു പോയ അഹങ്കാരികൾ വിളിച്ചു പറയുകയാണ്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾക്ക് നമസ്കാരം ഉണ്ടായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ. ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി അഴിഞ്ഞാട്ടവുമായി അഹങ്കാരവുമായി ആർഭാടവുമായി ആനന്ദവുമായി അല്ലാഹുവിനെ നിരക്കാത്ത പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞുകൂടിയവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ കിടക്കാൻ വിധിക്കപ്പെട്ടത്. നാളെ നരകവാസികൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. വകുന്നാ
നഖൂളു മഅൽ ഖായിദീൻ. എത്രയെത്ര പ്രഭാഷണങ്ങൾ കേട്ടിട്ടും എത്രയെത്ര പഠിച്ചിട്ടും എത്രയെത്ര ചിന്തിച്ചിട്ടും എത്രയെത്ര പാഠം തന്റെ മുന്നിലുണ്ടായിട്ടും ആ പാഠത്തിന്റെ വഴികളെ അവലംബിക്കാത്ത മനുഷ്യ, നാളെ ആഖിറത്തിൽ നീ ഖേദിക്കേണ്ടി വരും. ആ ഖേദ പ്രകടനമാണ് പരിശുദ്ധ ഖുർആൻ നിന്നെ അവതരിപ്പിക്കുന്നത്. ആ ഖേദ പ്രകടനം നാളെ പറയും വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു പോയി. പടച്ചവനെ രക്ഷയില്ല പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നരകാവകാശികളോട് സ്വർഗാവകാശികൾ പറയും, എന്താപ്പാ നിങ്ങൾ വെറുതെ ഇങ്ങനെ ദുനിയാവിൽ വെറുതെ സമയം പാഴാക്കി നടന്നില്ലേ? സമയം വെറുതെ പാഴാക്കിയിട്ട് നിങ്ങൾ നടന്നില്ലേ? എന്താ കാരണം? ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പൊ നരകാവകാശികൾ സ്വർഗാവകാശികൾ പറയും, അല്പം വെള്ളം ഞങ്ങൾക്ക് തരുമോ? നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് അല്പങ്ങൾ ഞങ്ങൾക്ക് തരുമോ? വനദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീളൂ അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. സ്വർഗാവകാശികളോട് നരകാവകാശികൾ യാചിക്കുകയാണ്, ചോദിക്കുകയാണ്, നാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീളൂ അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. സ്വർഗത്തിന്റെ മടിത്തട്ടിൽ വിരാജിക്കുന്ന സ്വർഗീയ അലങ്കാരങ്ങളുടെ പിന്നിൽ കഴിയുന്ന സ്വർഗത്തിന്റെ അവകാശികളെ നോക്കിക്കൊണ്ട് നരകത്തിന്റെ അവകാശികൾ വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ വിഭവങ്ങളിൽ അല്പം ഞങ്ങൾക്ക് നിങ്ങൾ നൽകി ഞങ്ങളെ സമാധാനിപ്പിക്കണമേ, സഹായിക്കണമേ. അല്പം വെള്ളം നൽകണമേ, അല്പം വിഭവങ്ങൾ നൽകണമേ. നരകവാസികൾ സ്വർഗവാസികളോട് യാചിക്കുകയാണ്. വഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ദുനിയാവിൽ അഹങ്കരിച്ച് നടന്നവരല്ലേ നിങ്ങൾ? ദുനിയാവിൽ അല്ലാഹുവിനെ മതിമറന്ന് ജീവിച്ചവരല്ലേ? പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകളെ മാനിക്കാതെ ദുനിയാവിൽ യഥേഷ്ടം നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിരാജിച്ചവരല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ മേൽ ഇത് ഹറാമാക്കിയിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അല്ലാഹു ഞങ്ങൾക്ക് തന്ന വിഭവങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സാധ്യമല്ല. ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. അവിശ്വാസികളെ, അഹങ്കാരികളെ, അധർമ്മകാരികളെ, ഈ ഭക്ഷണവും പാനീയവും അല്ലാഹു നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുകയാ. നരകാവകാശികളെ നോക്കിയിട്ട് സ്വർഗാവകാശികൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തേ അതിനുള്ള കാരണം? വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുനിയാവിൽ നടന്നവരാണ്. ദുനിയാവിന്റെ മടിത്തട്ടിൽ അഹങ്കാരത്തിന് കൂട്ടി നിന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ആഖിറത്തിൽ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അറിയിച്ചേരിയാണ്. ഈ ഖുർആൻ നമ്മുടെ മുന്നിൽ വ്യക്തമായ രൂപരേഖയോടുകൂടി ഇത് പഠിപ്പിച്ചിരുമ്പോൾ ഈ ഉമ്മത്ത് അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല പറയാ, വിട്ടേക്ക്, അവന്റെ കാര്യം നോക്കണ്ട, ഞാൻ അവന്റെ കൈകാര്യം ചെയ്തോളാം. فمن تولى فما أرسلناك عليهم حفيظا. നബിയെ, പരിശുദ്ധ ഖുർആനിന്റെ വചസ്സുകളിലൂടെ ഈ സമുദായം അങ്ങയെ സ്വീകരിച്ചില്ല എങ്കിൽ, ആഖിറത്തിന്റെ വിജയത്തെ അവർ ആഗ്രഹിച്ചില്ല, കൊതിച്ചില്ല എങ്കിൽ, നുവല്ലിഹി മാ തവല്ല, അവൻ തിരിയുന്ന ഭാഗത്തേക്ക് നാം അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവസാനം കത്തിക്കാളുന്ന നരക കുണ്ടാരത്തിലേക്ക് നാം അവനെ പ്രവേശിപ്പിക്കും. വസാഅത് മസീറാ,
അത് വളരെ ദുർഘടം പിടിച്ച സങ്കേതമത്രേ. പോകുന്നവൻ അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനമാണ്. ഖുർആനും ഹദീസും നിങ്ങളുടെ മുന്നിൽ എടുത്ത് ഉദ്ധരിച്ചിട്ട് ഈ അഴിഞ്ഞാട്ടത്തെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചും പാഠങ്ങൾ നിങ്ങളുടെ മുന്നിൽ പഠിപ്പിച്ചു തരുമ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ നുവല്ലിഹിമാത്തമല്ല, അവൻ പോകുന്ന വഴിയിൽ ഞാൻ അവനെ വിട്ടേക്കും. അതാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കാൻ, അല്ലാഹു വിചാരണ ചെയ്യാൻ, അല്ലാഹു ചോദിക്കാൻ അതിനൊരു സമയം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആഖിറത്തിലാണ്. അതുകൊണ്ട് ദുനിയാവിൽ കുറഞ്ഞ സമയം അല്ലാഹു നമ്മുടെ മേലെ തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയം പൂർത്തീകരിച്ചതിന് ശേഷം പിന്നെ അള്ളാന്റെ കൈകളിലാണ് നമ്മൾ. പിന്നീട് അവന്റെ കൈകളിൽ നിന്ന് കുതിരി മാറാൻ നമുക്ക് കഴിയുകയില്ല. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്. ഒരു വല്ലാത്ത പിടിയാണ് അവൻ പിടിക്കുമ്പോൾ. അതിനു മുമ്പ് നിങ്ങളുടെ അഹങ്കാരങ്ങൾ അധികരിക്കുമ്പോൾ ചെറിയ ചെറിയ വിപത്തുകൾ അല്ലാഹു നിങ്ങൾക്ക് നൽകി നിങ്ങളെ പരീക്ഷിക്കും. وَلَنُذِيقَنَّهُمْ مِنَ الْعَذَابِ الْأَدْنَى دُونَ الْعَذَابِ الْأَكْبَرِ لَعَلَّهُمْ يَرْجِعُونَ. വലിയ വലിയ വിപത്തുകൾ വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ആപത്തുകളും വിപത്തുകളും നൽകി അല്ലാഹു നിങ്ങളെ രുചിപ്പിക്കുകയാണ്, പരീക്ഷിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ലഅല്ലഹും യർജിഊൻ. അവനിലേക്ക് മടങ്ങാനാണ്, അവനിലേക്ക് മടങ്ങാനാണ്. പശ്ചാത്തപിച്ച് മടങ്ങാൻ അല്ലാഹു ഒരവസരം നൽകുമ്പോ ആ അവസരം പാഴാക്കരുതേ യുവാക്കളെ. അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യം, നമുക്ക് നൽകിയ സമ്പത്ത്, നമുക്ക് നൽകിയ ആയുസ്, നാളെ ആഖിറത്തിൽ ഇതിനെക്കുറിച്ച് ചോദ്യമുണ്ടാകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന അവ്വല മാ യുസ്അലുൽ അബ്ദു യൗമൽ ഖിയാമത്തി മിനൻ നഈം. നാളെ ആഖിറത്തിൽ വിചാരണയുടെ വേദിയിൽ ഖിയാമത്തിന്റെ നാളിൽ ആദ്യമായി ഒരു ചെറുപ്പക്കാരനോട് ചോദിക്കുന്നത് മിനൻ നഈം, അല്ലാഹു അവന് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ്, അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. ഇന്ന് ദുനിയാവിൽ അനുഗ്രഹങ്ങൾ അല്ലാഹു വാരിക്കോരി നിനക്ക് തരുമ്പോ അത് അല്ലാഹുക്ക് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ ചെലവ് ചെയ്യുകയല്ലേ? ആരാണ് ചോദിക്കാൻ? ആരാണ് ചോദിക്കാൻ? ആര് ചോദിച്ചാലും അവന്റെ ചോദ്യത്തിന്റെ മുന്നിൽ നിനക്ക് യാതൊരു വിലയുമില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്. 10 കോടിയുടെ കല്യാണം ഇവിടെ ആർത്ത് തിമിർത്ത് അട്ടഹസിക്കുമ്പോ 12 കോടി ചെലവാക്കിക്കൊണ്ട് മറ്റു മറുഭാഗത്ത് കല്യാണത്തിന്റെ ആനന്ദ നൃത്തം നീ ചവിട്ടുകയല്ലേ? ആഖിറത്തെ മറന്നു പോവുകയല്ലേ? ആഖിറത്തെ മറന്നു പോവുകയല്ലേ? എത്രയെത്ര ആഡംബര കല്യാണങ്ങളാണ് ഇന്ന് തന്റെ വീട്ടിൽ കണ്ണുനീരോടുകൂടി തന്റെ വീടിന്റെ ഉള്ളിൽ അന്തസ്സും അഭിമാനവും പണയപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നത്. കോടികൾ ചെലവ് ചെയ്ത കല്യാണങ്ങളെല്ലാം ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുകയാ. പരിശുദ്ധ പ്രവാചകന്റെ വാക്കുകളെ സ്വീകരിക്കാത്തതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉദാഹരണമാണ്. എത്രയെത്ര പെൺകുട്ടികളാണ് കണ്ണുനീര് കുടിച്ചുകൊണ്ട് ഇനി ഞങ്ങൾക്കൊരു വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് പ്രതിജ്ഞയെടുത്ത് വീടിനുള്ളിൽ കഴിയുന്നതെങ്കിൽ നാണമില്ലേ യുവാക്കളെ, യുവതികളെ? അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരുമായി പാതിരാ സമയത്ത് 12 മണി കഴിഞ്ഞിട്ട് DJ എന്ന കോപ്രായത്തിന്റെ പേര് പരസ്പരം കെട്ടിപ്പിടിച്ച് ആടാൻ ഇതാരുടെ സംസ്കാരമാണ്? പാശ്ചാത്യന്റെ സംസ്കാരമല്ലയോ? ഇന്തോനേഷ്യക്കാരന്റെ സംസ്കാരമല്ലയോ? തായ്ലൻഡുകാരന്റെ സംസ്കാരമല്ലയോ? തായ്ലൻഡുകളുടെ സ്വഭാവം എന്താണ്? ആണും പെണ്ണും ഒരുമിച്ചാണ് യാത്ര, കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് യാത്ര. എന്റെ ഭാര്യയ്ക്ക് അവനോടൊപ്പം യാത്ര ചെയ്യാം, അവന്റെ ഭാര്യയ്ക്ക് എന്നോടൊപ്പം യാത്ര ചെയ്യാം. എന്റെ മക്കൾക്ക് അവനോടൊപ്പം നൃത്തം ചവിട്ടാം, അവന്റെ മക്കൾക്ക് എന്നോടൊപ്പം നൃത്തം ചവിട്ടാം. അതല്ലേ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ കാസർഗോഡിന്റെ നെഞ്ചത്ത് നാം കാണുന്നത്? എത്രയെത്ര പണ്ഡിതന്മാരും എത്രയെത്ര ഉലമാക്കളും പരിശുദ്ധമായ മിമ്പറിലൂടെയും മെഹ്റാബിലൂടെയും ഗർജിച്ചിട്ട് ഈ സമുദായത്തിന് വല്ല മാറ്റമുണ്ടോ? മാറ്റമുണ്ടോ? വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ആ
ആയത്തുകളും പരിശുദ്ധ ഖുർആനുകളും ഒരു തമാശയല്ല, ഒരു ബാലപാഠമല്ല, ആഖിറത്തിന്റെ വിളക്കാണ്. പരിശുദ്ധ ഖുർആനിലൂടെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി ആരൊരാൾ പരിശ്രമിച്ചാൽ അവന്റെ ഖബർ അവന് അനുകൂലമായിരിക്കും, ആഖിറം അവന് അനുകൂലമായിരിക്കും. അതല്ല എങ്കിൽ ഖബർ വെറുതെ വിടുകയില്ല. ഖബറിനകത്ത് നിന്നോടൊപ്പം തുള്ളിച്ചാടി നൃത്തം ചവിട്ടിയ ഒരാൾ പോലുമില്ല. ഒറ്റപ്പെട്ട ഇരുണ്ട തുരുത്തിനകത്തേക്ക് കിടക്കേണ്ടവനാണ്. ഇന്ന് കറണ്ടില്ല എങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ സമയം സ്വസ്ഥമായി വീട്ടിനകത്ത് കഴിയാൻ നമുക്ക് സാധ്യമല്ല എങ്കിൽ നമ്മൾ തണുപ്പ് തേടി ശീതള ഛായയിലേക്ക് വീടിന്റെ ഉള്ളിൽ നിന്ന് പുറം ഭാഗങ്ങളിലേക്ക് നെട്ടോട്ടം ഓടുന്നുവെങ്കിൽ സഹോദരാ സഹോദരാ 6 അടി മണ്ണിന്റെ ഇരുണ്ട മുറിയിലേക്ക് പോകേണ്ടവനല്ലേ, ആ ആഖിറത്തിലേക്ക് കടക്കേണ്ടവനല്ലേ, വിചാരണയ്ക്ക് വിധേയനാകേണ്ടവനല്ലേ. അതിനെ കുറിച്ച് നിനക്ക് ധാരണയുണ്ടോ, ചിന്തയുണ്ടോ? കേവലം 1 മണിക്കൂറോ 2 മണിക്കൂറോ പാതിരാ സമയത്ത് അന്യ സ്ത്രീകളും അന്യ പുരുഷനും ഒരുമിച്ചിരുന്നു കൊണ്ട് നൃത്തം ചവിട്ടുമ്പോ അല്ലാഹുവിന്റെ റഹ്മത്ത് ആ നാട്ടിലുണ്ടാകുമോ, ആ വീട്ടിലുണ്ടാകുമോ? ഇത് കേവലം പാശ്ചാത്യന്റെ അഴിഞ്ഞാട്ടമല്ലയോ? അതല്ലയോ സാമ്പത്തിക മാന്ദ്യത്തിന് നാം ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ, സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ, റിസ്കിന് വേണ്ടി വിഭവത്തിന് വേണ്ടി വിദേശങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ ഭക്ഷണമില്ല, ജോലിയില്ല, ക്രൈസിസ് പിടിപെട്ട് മടങ്ങി വരികയാണ്. കാരണം എന്തെന്നറിയുവോ? കാരണം എന്തെന്നറിയുവോ? നിശാ ക്ലബുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പാതിരാ സമയങ്ങളിൽ തെരുവോരങ്ങളിലൂടെ 10 റിയാലിനും 20 റിയാലിനും 50 ദിർഹമിനും തന്റെ ശരീരത്തിന്റെ വസ്ത്രങ്ങളെ തുറന്നുകൊടുത്ത് അന്യപുരുഷനെ മാടി വിളിക്കാനും പച്ചമാംസം കൊത്തി തിന്നാനും കഴുകന്മാരെ പോലും നാണം കെടുത്തുന്ന തരത്തിലുള്ള പ്രവണതകളാണ് വിദേശ രാജ്യങ്ങളിൽ കാണുന്നത്. ഇന്നും കേരളത്തിന്റെ ചെറുപ്പക്കാരും അതിനകത്ത് വീണുപോയിട്ടുണ്ടെങ്കിൽ സഹോദരാ, നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദാരിദ്ര്യം വിട്ടു മാറുകയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഇത്തഖുസിനാ, വ്യഭിചാരം നിങ്ങൾ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ, വ്യഭിചാരം നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഭാഷണമാണിത്. പരിശുദ്ധമായ മദീന പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ലോകത്തിന്റെ തിരുനാളം വിളിച്ചു പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഇത്തഖുസിനാ, ഏ മനുഷ്യ മക്കളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ എന്ന് പറയുന്ന അതേ ഗൗരവത്തോടെ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഏ മനുഷ്യ മക്കളെ, ഇത്തഖുസിനാ, വ്യഭിചാരവും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. ഫൈന ഫീഹി സിത്ത ഖിസാൽ, 6 കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. വെറുതെ ഒരു പ്രവാചകൻ പറയുവോ, വെറുതെ ഒരു ഹബീബ് പറയുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണിത്. സ്വീകരിക്കണേ, സ്വീകരിക്കണേ. മദീന പള്ളിയുടെ പൊന്നുമോൻ, അബ്ദുള്ള ആമിനയുടെ പൊന്നുമോൻ, ജിബ്രീലിന്റെ സതീർത്ഥ്യൻ, മാലാഖമാരുടെ ആനന്ദമായ മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സയ്യിദുൽ വറാ റസൂലുള്ളാഹി ലോകത്തോട് വിളിച്ചു പറയുകയാണ്, വ്യഭിചാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി കഴിയുന്നവൻ 6 കാര്യങ്ങളുടെ പേരിൽ അവൻ വിചാരണ നേരിടേണ്ടി വരും, അവൻ പരീക്ഷിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സലാത്തുൻ ഫിദ്ദുനിയാ, 3 കാര്യം ദുനിയാവിൽ വെച്ച് തന്നെ അവൻ അനുഭവിച്ചേ മതിയാവോ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്ക് ഇതുവരെക്കും കോട്ടം സംഭവിച്ചിട്ടില്ല. ലോകത്തോട് പഠിപ്പിച്ചുവോ? അത് ഈ ലോകത്ത് അത് സാക്ഷ്യം വഹിച്ചിട്ട് തന്നെയുണ്ട്. ആ ഹബീബായ തങ്ങൾ പറയുകയാണ്, വ്യഭിചാരത്തിന്റെ ഒരു ഭാഗമല്ലയോ നൃത്തവും ഡാൻസുമെല്ലാം. അന്യ പെണ്ണിന്റെ കൈക്ക് പിടിച്ച്, അന്യ പെണ്ണിനെ ചുംബിച്ച്, അന്യ പെണ്ണിന് വളയിട്ട് കൊടുത്ത്, അന്യ പെണ്ണിന്റെ കൈയുമായി കോർത്തിണക്കി അവരുടെ ഇടയിലൂടെ ഡാൻസും നൃത്തവും ചവിട്ടല്ലത് വ്യഭിചാരത്തിന്റെ ഭാഗമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ വ്യഭിചാരത്തെ കുറിച്ച് പറയുമ്പോൾ ഹബീബായ തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി പറയുന്ന ഒരു ഭാഷ്യമുണ്ട്. നമ്മുടെ സ്വന്തം ഭാര്യയെ നാം ശാരീരികമായി ബന്ധപ്പെടുമ്പോ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ തന്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അത് വ്യഭിചാരത്തിന്റെ ഒരു ഭാഗമാ, വ്യഭിചാരത്തിന്റെ ഒരു ഭാഗമാണ്. വീട്ടിൽ പോകുമ്പോ
തുടുതുടുത്ത പെണ്ണുങ്ങളെ കാണുമ്പോ ഇവളെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, അവളുടെ അതേ മനോഭാവം മനസ്സിൽ കരുതി അവളുടെ വട്ടമുഖം, അവളുടെ മാറിടം, അവളുടെ അടിവയറ് ഇതെല്ലാം തന്നെ മനോമുഖരത്തിൽ ഓർത്തുകൊണ്ട് സ്വന്തം ഭാര്യയുമായി ഹലാലായ ബന്ധം നീ നടത്തുകയാണെങ്കിൽ അതുപോലും സിനായുടെ ഭാഗമാണ്, അതുപോലും വ്യഭിചാരത്തിന്റെ ഭാഗമാണ്. അന്യ പെണ്ണിനെ ഓർത്തിട്ട് നമ്മുടെ ഭാര്യയെ ബന്ധപ്പെട്ടാൽ അത് വ്യഭിചാരം. ആലോചിച്ചു, ചിന്തിച്ചു, ഇത്ര ഗൗരവം. അപ്പൊ അന്യ പെണ്ണായിട്ട് ഇങ്ങനെ ആടാവോ? അന്യ പെണ്ണായിട്ട് പോയിട്ട് രാത്രി ആടാവോ? ആടിക്കോ. അതിവിടെ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അള്ളാഹ് പറഞ്ഞെന്താ? എന്താ ഈ ജഹന്നം എന്ന് പറഞ്ഞാല്? ഈ നരകം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പൈസ? ഈ ചൂട് സഹിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ചൂട് സഹിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ചൂട് എവിടുത്തെ ചൂട്? നരകത്തിന്റെ ചൂട്. ഇത് നരകത്തിന്റെ ചൂട് തന്നെയാണ്. എല്ലാ സ്ഥലങ്ങളിലും നമ്മളിത് പറയേണ്ട ഒരു ഹദീസും ആശയവുമാണിത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖബറിന് നാവുള്ളതുപോലെ നരകത്തിനും നാവുണ്ട്. ആ നരകത്തിന്റെ നാവ് കൊണ്ട് നരകം സംസാരിക്കുകയാണ്, റബ്ബിന്റെ കോടതിയിലേക്ക് ആവലാതിപ്പെടുകയാണ്. നരകം അല്ലാഹുവിനോട് അപേക്ഷിക്കുകയാണ്, പരാതി പറയുകയാണ്. ഫഖാലത്ത് യാ റബ്ബി, അല്ലാഹുവേ അകല ബഅദീ ബഅദാ, ചൂട് സഹിക്കാൻ കഴിയുന്നില്ല നാഥനെ, പടച്ചവനെ, ഈ ചൂടിന്റെ ക്രൂരതയാൽ ഞാൻ സ്വയമേ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു പരിഹാര മാർഗം നീ കാണണേ എന്ന് നരകം അല്ലാഹുവിനോട് അപേക്ഷിക്കുകയാണ്. ഫഅദിന ലഹാ ബിനഫസൈൻ, രണ്ട് പ്രാവശ്യം നരകത്തിന് നിശ്വസിക്കാൻ അല്ലാഹു അനുവാദം നൽകി. ഒന്ന് നഫസുൻ ഫിസ്സിതാ വനഫസുൻ ഫിസ്സൈഫ്, കൊടും ചൂടിന്റെ സമയത്തും നീ ഒന്ന് നിശ്വസിച്ചോ, കൊടും തണുപ്പിന്റെ സമയത്തും നീ ഒന്ന് നിശ്വസിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഅശദ്ദു മാ തജിദൂന മിനൽ ഹർരി ഫഅശദ്ദു മാ തജിദൂന മിനസ് സംഹരീർ. 21ാം നൂറ്റാണ്ടിലെ മുസ്ലിമേ, സമൂഹമേ, ചെറുപ്പക്കാരായ യുവാക്കളെ, യുവതികളെ, നീ ഇന്ന് അനുഭവിക്കുന്ന ചൂടുണ്ടല്ലോ, ഇത് നരകത്തിന്റെ ചൂടാണ്, നരകത്തിന്റെ ചൂടാണ്, നരകത്തിന്റെ നിശ്വാസമാ. ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ചൂട് നരകത്തിന്റെ ചൂടാണെന്ന്, നരകത്തിന്റെ നിശ്വാസമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നാറുകും ജുസ്ഉം മിൻ 70 ജുസ്ആ മിൻ നാരി ജഹന്നം. സഹോദരിമാരെ, എല്ലാ ദിവസവും തീയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ് നിങ്ങൾ. എന്തിനാണെന്നറിയുവോ? തീയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന നിങ്ങൾക്കൊരു ഓർമ്മയാണ്, ഒരു സാമ്പിളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, എന്നെ ജിബ്രീൽ നരകത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. ഞാൻ നരകത്തിന്റെ ഓരത്ത് നിന്ന് നോക്കിയപ്പോ എന്റെ സമുദായത്തിലെ കൂടുതലും സ്ത്രീവർഗമാണ് നരകത്തിന്റെ തീ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്, നരകത്തിൽ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നരകത്തിന്റെ യാതനകളും വേദനകളും കടിച്ചമർത്തുന്നത് എന്റെ സമുദായത്തിലെ സ്ത്രീവർഗമാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ നരകത്തിന്റെ കാഴ്ച നഗ്ന നേത്രം കൊണ്ട് കണ്ടിട്ട് പൊന്നുമോള് ഫാത്തിമയുടെ അരികിലേക്ക് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, നിന്നെ നരകത്തെ തൊട്ട് ഞാനിതാ താക്കീത് ചെയ്യുന്നു മോളെ. പൊന്നുമോളെ ഫാത്തിമ, നിന്നെ എനിക്ക് നാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല മോളെ. യാ മഅ്ശറ ഖുറൈശ് ഉൻദിറുതുകുമുന്നാർ ലാ അംലികു ലകും മിനല്ലാഹി ശൈആ. ഏ ഖുറൈശി സമൂഹമേ, ഏ ഖുറൈശി കുലപതികളെ, നിങ്ങളോട് ഞാൻ നരകത്തെ കുറിച്ച് താക്കീത് നൽകുകയാണ്. ലാ അംലികു ലകും മിനല്ലാഹി ശൈആ, എനിക്ക് നാളെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഹബീബായ പൊന്നുമോൾ, ഹബീബായ തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ
എന്റെ കരളിന്റെ കഷണമാണെന്ന് പറഞ്ഞ അള്ളാന്റെ റസൂലിന്റെ മുത്തുമോള് ഫാത്തിമയെ പോലും നാളെ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാന്റെ റസൂലിന് കഴിഞ്ഞില്ല എങ്കിൽ നരകത്തിൽ കൂടുതലും ഈ സമുദായത്തിലെ സ്ത്രീകളാണ്. എന്റെ സഹോദരിമാരെ, അള്ളാന്റെ റസൂലിന്റെ വാക്കാണ്. ഈ അബൂബക്കറിനോട് വെറുപ്പ് വരരുതേ, ഇതിന്റെ സംഘാടകരോട് വെറുപ്പ് വരരുതേ, ഈ വിഷയം വെച്ചതിന്റെ പേരിൽ വെറുപ്പ് വരരുതേ. അള്ളാന്റെ റസൂലിന്റെ വാക്കാണിത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും സ്ത്രീകളെ നിങ്ങൾ തീയുമായി ബന്ധപ്പെടുന്നത്. ഈ തീയുടെ ചൂട് 100 ഡിഗ്രി ആണെങ്കിൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തരികയാണ്, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്ആ. എല്ലാ ദിവസവും നിങ്ങൾ കത്തിക്കുന്ന തീയുണ്ടല്ലോ, അതിന്റെ ചൂട് 100 ഡിഗ്രി ആണെങ്കിൽ ഇത് നരകത്തിന്റെ 70% 1% മാത്രമാണ്, ഒരംശം മാത്രമാ. ബഹുമാനപ്പെട്ട സ്വഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫുള്ളിലത് അലൈഹിന്ന 69 ജുസ്ആ. ഏ സഹാബത്തെ, നാളെ നരകത്തിൽ ഇന്ന് നിങ്ങൾ കത്തിക്കുന്ന തീയേക്കാൾ 69 ഇരട്ടി തീ അധികരിപ്പിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഖാലൂ, സഹാബത്ത് പറയുകയാ, ഇന്നഹാല കാഫിയ യാ റസൂലല്ലാഹ്. നബിയേ, ഈ 100 ഡിഗ്രി തീയുടെ ചൂട് പോലും ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. 40 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഇതാ തിളച്ചു മറിയുന്ന ഈ കാലാവസ്ഥയെ അതിജയിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. പിന്നീട് 69 ഇരട്ടി കൂടി അധികരിപ്പിക്കുമ്പോ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നബിയേ? പരിതാപകരമാണല്ലോ ഹബീബേ. അല്ലാഹുവിന്റെ റസൂല് അതാണ് പറഞ്ഞത്, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ, നരകത്തെ സൂക്ഷിക്കണേ. ഈ മുഹമ്മദിനെ നിങ്ങളെ നാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. സാക്ഷാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ബീജത്തിൽ ജനിച്ച പൊന്നുമോളുകളെ, പൊന്നുമക്കളെ പോലും അല്ലാഹുവിന്റെ റസൂലിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എങ്കിൽ സഹോദരങ്ങളെ ഇത്തഖുസിനാ, വ്യഭിചാരത്തെ സൂക്ഷിച്ചോ. ഫഇന്ന ഫീഹി 6 ഖിസാൽ, 6 കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടവൻ അനുഭവിക്കാൻ പോകുന്നത്. 3 ഫിദ് ദുനിയാ വ 3 ഫിൽ ആഖിറ. ഒന്ന് ദുനിയാവിൽ അവൻ അനുഭവിക്കേണ്ട 3 കാര്യങ്ങളിൽ ഫദഹാബു ബഹാഇ വജീ, ദുനിയാവിൽ അവന്റെ മുഖത്ത് നിന്ന് ഈമാൻ അല്ലാഹു അടർത്തിയെടുക്കുമത്രേ. വ്യഭിചാരവും സ്ത്രീകളുമായുള്ള ചങ്ങാത്തവും അതിന്റെ ആധിക്യത്തിൽ അഹങ്കരിക്കുന്നവൻ, അതിന്റെ പിന്നാലെ ഒളിച്ചോടി പോകുന്നവൻ, അതിന്റെ പിന്നാലെ അടിമകളായി അലഞ്ഞു തിരിയുന്നവൻ, അറിഞ്ഞോ ഓർത്തോ ചിന്തിച്ചോ മനസ്സിലാക്കിക്കോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണ്. ദുനിയാവിൽ അവൻ അനുഭവിക്കാൻ പോകുന്ന 1ാമത്തെ ചിത്രം എന്തെന്നറിയുവോ? അവന്റെ മുഖത്ത് നിന്ന് അല്ലാഹു ഈമാൻ പറിച്ചു കളയുമത്രേ. ഈമാന്റെ ഒരു സാദൃശ്യവും അവന്റെ മുഖത്തുണ്ടാവുകയില്ല. സാലിഹീങ്ങളുടെ ഒരടയാളവും അവരുടെ മുഖത്തുണ്ടാവുകയില്ല. നാളെ ആഖിറത്തിൽ അവൻ എത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈക്ക് പിടിച്ച് സ്വർഗത്തിന്റെ സോപാനത്തിലേക്ക് കടക്കണമെങ്കിൽ ഹബീബായ തങ്ങളെ, നിങ്ങൾ എങ്ങനെയാണ് ഈ ഉമ്മത്തിനെ കുറിച്ച് മനസ്സിലാവുക എന്ന് ചോദിച്ചപ്പോ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ്, വിശ്വാസികളാണെങ്കിൽ അവരുടെ മുഖത്ത് നിന്ന് എനിക്ക് പെറുക്കിയെടുക്കാൻ കഴിയും, വായിച്ചെടുക്കാൻ കഴിയും, എഴുതിയെടുക്കാൻ കഴിയും. സുജൂദിന്റെ സ്ഥാനത്തോടുകൂടിയാണ് ആ നെറ്റിത്തടത്തിൽ അതിന്റെ പ്രസരിപ്പ് കണ്ട് ഞാൻ അവരെ കൈക്ക് പിടിച്ച് സ്വർഗത്തിന്റെ സോപാനത്തിലേക്ക് കൊണ്ടുപോകുമത്രേ. ഇത് വിശ്വാസികൾക്ക് അല്ലാഹു ചെയ്ത ഒരു അനുഗ്രഹമാണെങ്കിൽ, ഏ സമുദായമേ, യുവാക്കളെ, യുവതികളെ, വ്യഭിചാരികളെ, വ്യഭിചാരവുമായി ബന്ധപ്പെടുന്നവരെ, ഈ അടയാളം അല്ലാഹു ദുനിയാവിൽ വെച്ചെടുത്തു കളയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1ാമത്തെ കാര്യം ചെറുപ്പക്കാര് മനസ്സിലാക്കിക്കോ, യുവാക്കളെ, യുവതികളെ മനസ്സിലാക്കിക്കോ, ദുനിയാവിന്റെ പ്രസരിപ്പിനും പളപളപ്പിനും വേണ്ടി അല്ലാഹുവിനെ മറന്നു പോകരുതേ, റബ്ബിനെ മറന്നു പോകരുതേ, ആ ശിക്ഷയെ മറന്നു പോകരുതേ. 1ാമത് മുഖത്ത് നീമാ. വ്യഭിചരിക്കുന്നവരെ മുഖത്ത് കണ്ടറിയാൻ പറ്റും.
ഒന്നും രണ്ടും ഒന്നുമല്ല. അതിപ്പോ ഒന്ന് തുടങ്ങി വെച്ചാൽ പിന്നെ അത് സിൽസിലയായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. തുടങ്ങാനൊരു പേടിയാണ്. ഒന്ന് തുടങ്ങി എളുപ്പമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ പിന്നെ എളുപ്പമായി കിട്ടും. പിന്നെ അവന്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും സംഭവം. രണ്ടാമത് വിശദീകരിക്കാൻ സമയമില്ല. അതിന്റെ വേറെ അതീതകളിലേക്ക് കിടക്കുന്ന സംഭവിക്കില്ല. വിശദീകരിച്ച് വേറൊരു പരിപാടി കൂടി ഏറ്റുപോയത് കൊണ്ട് ഒരുപാട് പറയാം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒന്നാമത് അവന്റെ ഈമാൻ അല്ലാഹു പറിച്ചു കളയും. രണ്ടാമത് വഖസ്റുൽ ഉംർ, അവന്റെ ആയുസ്സിന്റെ ദൈർഘ്യം അല്ലാഹു കുറച്ചു കളയും. വലിയ സത്യമായ കാര്യമാണ്. എയ്ഡ്സ് രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാരകമായ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആയുസ്സുണ്ടോ? ഒരു രോഗം, മാരകമായ ഒരു രോഗം, ഇതുമായി ബന്ധപ്പെട്ട രോഗമാണ്, ഇവന്റെ രോഗം ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ആയുസ് പോയി, പിന്നെ തീർന്നു. ശരി തന്നെ. ഇപ്പൊ ഇവനെ വിചാരിക്കാൻ തന്നെ പോയാൽ തന്നെ ഇപ്പൊ സ്വസ്ഥമായിട്ടെങ്കിലും റൂം എടുത്താൽ തന്നെ, വീട്ടിലാണെങ്കിൽ തന്നെ അന്യന്റെ പുറയിൽ ഒളിച്ചോടി കയറിയാൽ തന്നെ സ്വസ്ഥമായിട്ട് റാഹത്തായിട്ട് വിചാരിക്കാൻ കഴിയും. അവന്റെ ഭർത്താവിനെ പേടിക്കണം, അവനെ പേടിക്കണം, വാപ്പായെ പേടിക്കണം, അള്ളാഹെ പേടിക്കുന്ന, പിന്നെ ബാക്കിയുള്ളവരെ മുഴുവൻ പേടിക്കണം. പിന്നെ സ്വസ്ഥമായിട്ട് പോയി അവന്റെ കാര്യം നടത്താൻ പറ്റൂലല്ലോ. അപ്പോഴേക്ക് നീ പിടിച്ചു കഴിഞ്ഞാലോ അവനാകെ തളർന്ന്, അവന്റെ വയസ്സ് അവിടെ വെച്ച് തന്നെ ഒരു 10 വയസ്സ് കുറയും. ടെൻഷൻ അടിച്ചിട്ട്. ഇത് ദുനിയാവിന്റെ അവസ്ഥ തന്നെ ഇപ്പൊ ഇങ്ങനെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, അവന്റെ ആയുസ് കുറഞ്ഞു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ വിശദീകരിക്കേണ്ടത് ഒരുപാട് വിശദീകരണമുള്ളതാണ്. ആയുസ് കുറഞ്ഞു പോകും. വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർ, വിചാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഗുഹ്യഭാഗം കൊണ്ട് ചെയ്യുന്ന മാത്രം പണിയല്ല, കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഹൃദയം കൊണ്ടും കൈകാലുകൾ കൊണ്ടും ചെയ്യുന്ന എല്ലാ പണികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാഗം വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. വൽയദാനി തസ്നിയാൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 2 കൈകളും വ്യഭിചരിക്കുന്നു. ഫസിനാഹുമാൽ ബത്ഷു, ആ കൈകളുടെ വ്യഭിചാരം അവളെ പിടിക്കലാണ്, അവളുമായി ബന്ധപ്പെട്ടതിനെ പിടിക്കലാണ് വ്യഭിചാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇപ്പൊ അവളെ പോയി പിടിച്ചില്ലെങ്കിലും അവൾക്ക് ഇങ്ങനെ മൊബൈലിൽ കൂടെ ഇങ്ങനെ മെസ്സേജ് വിടലും അത് കണക്കന്നെ. ഞാൻ വെറുതെ പറയല്ല, നബി തങ്ങൾ വെറുതെ ഒന്നല്ല പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ സംഭവിക്കാൻ പോണതാണ്. വാളിന്റെ സദസ്സിൽ ഞാൻ വാൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കണ്ട് ഒരു പെണ്ണിനെ മൊബൈൽ വിടുന്നു. അതെനിക്ക് മെസ്സേജ്, എന്താ വെച്ചാൽ നിന്നെ പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്, നീ എന്താ എന്നെ ഇത്ര നേരം വന്നിട്ട് നിങ്ങൾ കണ്ടില്ല, നിന്നെ വരണം. അപ്പോൾ ഉടനെ അവിടെ നിന്ന് പറയും, എൻ്റെ ചക്കര, എൻ്റെ കരളെ, അതെൻ്റെ ഉപ്പായും ഉമ്മായി എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരുന്നു, അതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല, നീ മാപ്പാക്കണം, കരയല്ലേ, വിഷമിക്കല്ലേ പ്ലീസ്. സംഭവിച്ച ഇവിടെ ഏത് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. എങ്ങനെ കിട്ടി? എൻ്റെ സഹോദരൻ്റെ, എൻ്റെ കൂടെ വന്ന സുഹൃത്ത് അടുത്തിരിക്കുന്നത്, അവന്റെ ഹാല് മാറിയിട്ട് അവൻ എന്ത് അടുത്തിരിക്കുന്നു. അതാ പറഞ്ഞത്, ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബോധമൊന്നും ഇല്ലേ? വാപ്പ അടുത്തിരുന്നാലും ഉമ്മ അടുത്ത്, അതുകൊണ്ട് ബോധമില്ല. എല്ലാം ഇത് തന്നെ. ഈ വഅദ്, ഉറൂസ്, ഉത്സവം, ഇതൊക്കെ ഈ പെണ്ണുങ്ങൾക്ക് വിചാരിക്കാൻ ഏറ്റവും നല്ല ഒരു സാഹചര്യമാണ്. വാപ്പായും ഉമ്മായും നേരെ വാതിന് വരും. ചെറുപ്പക്കാർ തലവേദന, ഉമ്മച്ച പോട്ടു, ഇവിടെ വേറെ മിഗ്രാജിൽ പോകാൻ പോകുന്നവരുണ്ട്. പെണ്ണുങ്ങളെയും ചെറുപ്പക്കാരെയും കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് വരാം പുറത്തേക്ക്. എൻ്റെ മാതാപിതാക്കളെ ഒന്ന് ശ്രദ്ധിച്ചോളി. എല്ലാ സാധനം ആരാ മുതലുകൾ ഉറൂസിന്റെ പേരും പറഞ്ഞിട്ട് പാപ്പായും ഉമ്മായും നേരെ വരും. ചെറുപ്പക്കാരൊക്കെ വീട്ടിൽ, ഇതൊക്കെ അവരൊക്കെ വെളിയിൽ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇതിന്റെ സംഘാടകരാണെങ്കിൽ തന്നെയും, ഇപ്പൊ പൊതുവെ വാതിന്റെ ആണെങ്കിൽ തന്നെയും നമ്മളിവിടെ കുറെ ചെറുപ്പക്കാർ ഇങ്ങനെ കവലയിൽ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നതാണ്. എന്താ ഐറ്റങ്ങൾ പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ നിൽക്കുന്നത്. അതിന് എന്തെല്ലാം പറഞ്ഞാൽ, എത്ര കസരിട്ട് കൊടുത്താലും, അറിഷ് എടുത്തുകൊണ്ട് വെച്ചു കൊടുത്താലും അവർ അതിനകത്തിരിക്കില്ല. കാരണം എന്താ, ഹൂർലിങ്ങളെ കാണാൻ വേണ്ടി അവർ നിയത്തി ചെയ്തിരിക്കുകയാണ്, നേർച്ച ചേർന്നിരിക്കുകയാണ്. 10 വാതിന് 80 ഹൂർലിങ്ങളെ കാണുന്നത് ഞാൻ നേർച്ച ചേർത്തിട്ടുണ്ട് ഉസ്താദെ, അതൊന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ ലൈനിലായിട്ട് നിൽക്കാം. അങ്ങനെ നിൽക്കുമ്പോൾ അവർ വാത് പറയാൻ കയറി വരുമോ? അവരങ്ങനെ കയറി വരും. ആ പാട് കിട്ടുന്ന ഒരു ചാൻസ് ഇതേപോലെ ഉറൂസ് വാതിന് വരുമ്പോഴൊക്കെയാണ്. എപ്പോഴാണ് പോവാ? പിന്നെ കാസർഗോഡിനെ അപേക്ഷിച്ച് മറ്റേ മുക്കാടും കൂടെ ഇടുന്നത് കൊണ്ട് അത് ചിലതിനെ ഉള്ളൂ, ബാക്കിയുള്ളതിനൊന്നും ഇല്ല സംഭവം. ബഹുമാനമുള്ള സഹോദരനെ ശ്രദ്ധിച്ചോളി, സൂക്ഷിച്ചോളി. നമ്മളെ മനസ്സിലാക്കാൻ തോന്നിക്കാറുണ്ട്. സൂക്ഷിച്ചാൽ പോലെ വിശദീകരിച്ച് പറയാൻ സമയമില്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. അപ്പൊ ആയുസ് കുറഞ്ഞു പോകും. മൊത്തം ടെൻഷൻ അടിച്ച് പിന്നെ അവന്റെ ജീവിതമേ നശിച്ചത് തന്നെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വദവാമുൽ ഫഖർ,
ദാരിദ്ര്യം, സ്ഥിരമായ ദാരിദ്ര്യം, ക്രൈസിസ്, സാമ്പത്തിക മാന്ദ്യം. എന്തുകൊണ്ടാണ് ദുബായ് തകർന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പാശ്ചാത്യ ലോകങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തേ? സാമ്പത്തിക മാന്ദ്യം. ഒരു കുടുംബത്തിൽ എത്രയെത്ര ആത്മഹത്യകളാണ് നടക്കുന്നത്? ജോലിയില്ല, ശമ്പളമില്ല, തന്റെ കുടുംബത്തെ പോറ്റാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല, കഴിവില്ല. സ്വന്തമായി ഗണ്ണെടുത്തുകൊണ്ട് സ്വയമേ നിറയൊഴിക്കുകയാണ്, ആത്മഹത്യക്ക് വിധേയരാവുകയാണ്. എത്രയെത്ര കുഞ്ഞുമക്കൾക്കാണ് വിഷം കൊടുത്തു കൊല്ലുന്നതെങ്കിൽ ദാരിദ്ര്യമാണ്. ലോകത്തിന്റെ നായകത്വം വഹിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലയോ, വ്യഭിചാരവുമായി ബന്ധപ്പെടുന്നവരെ ആ നാടിനെ അല്ലാഹു മാന്ദ്യം കൊണ്ട് പരീക്ഷിക്കുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലയോ? ആ വീടിനെ അല്ലാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇന്തോനേഷ്യയുടെ ചരിത്രം പരിശോധിച്ചോ, തായ്ലൻഡിന്റെ ചരിത്രം പരിശോധിച്ചോ, ദുബായിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചോ, വ്യഭിചാരത്തിന് ലൈസൻസ് ആണ്. റോഡിന്റെ സൈഡിലൂടെ നടന്നു പോകുന്ന ആൺകുട്ടികളെ അരനിക്കറും ബ്ലൗസും ഇട്ടുകൊണ്ട് നടക്കുന്ന പെണ്ണ് കയ്യോടെ പിടിക്കുന്നു. 20 ദിർഹമിന് വേണ്ടി ഏതെങ്കിലും ഒരു കരയുടെ ഓരത്ത് കൊണ്ടുപോയി 10-15 മിനിറ്റ് വികൃതികളുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞയക്കുമ്പോ ഓർക്കണേ, വ്യഭിചാരം ചായ കുടിക്കുന്നത് പോലെ വ്യാപിച്ചിരിക്കുകയാണ്. വ്യഭിചാരം ചായ കുടിക്കുന്നത് പോലെ വ്യാപിച്ച ഒരു കാലഘട്ടം 21ാം നൂറ്റാണ്ടിൽ മുസ്ലിമേ നീ കാണുകയാണെങ്കിൽ ഓർത്തോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അന്ന് അവരുടെ സാമ്പത്തികമായ സകലമാന സംവിധാനങ്ങളും തകർന്നു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ വ്യഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്യദാനി തസ്നിയാ, കൈകളുടെ വ്യഭിചാരമാണ്. അൽബത്ഷു, പിടിക്കൽ. അത് എവിടെ പിടിച്ചാലും ശരി, അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അതിന്റെ വ്യഭിചാരമാണ്. വ്യഭിചാരം നമ്മൾ മനസ്സിലാക്കണം. വൽഐനാനി തസ്നിയാ ഫസിനാഹുമാ അന്നദറു, കണ്ണുകൾ രണ്ടും വ്യഭിചരിക്കുന്നു. ആ കണ്ണുകളുടെ വ്യഭിചാരം നോട്ടമാണ്, ലൈനടിക്കലാണ് കണ്ണിന്റെ വ്യഭിചാരം. അല്ല, നിങ്ങളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരം നമ്മൾ എത്ര നോട്ടം നോക്കിയിട്ടായിരിക്കും യഥാർത്ഥ വ്യഭിചാരത്തിലേക്ക് കടക്കുക. അപ്പൊ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സത്യത യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഈ വിഷയം വെച്ചോളൂ, ഞാൻ കൊടുത്ത വിഷയമൊന്നുമില്ല, അവർ വെച്ച വിഷയമാണ്. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം. എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടില്ല, എന്റെ ഭാഗത്തേക്കാൻ വരാതിരിക്കല്ലേ. വന്നാൽ നിങ്ങൾക്കും കൊള്ളാം, വന്നില്ല എനിക്കും കൊള്ളാം. കാരണം എന്താ, എനിക്ക് നേരത്തെ ആളില്ലെങ്കിൽ പെട്ടെന്ന് നിർത്തിയിട്ട് പോകാമല്ലോ. ആളുകൾ കൂടുതൽ പ്രസംഗിക്കേണ്ടി വരുമല്ലോ. അത് തന്നെ ഏറ്റവും വലിയ ഹൈർ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ യുവാക്കളുടെ വിഷയം യുവാക്കൾ തന്നെ പറയണം കൂടുതൽ. അവരത് കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം. والعينان تزنيان فزناهما النظر. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അന്ന മൻ വദഅ യദഹു അലാ ഇംറാത്തിൻ ലാ തഹില്ലു ലഹു ബിശഹവത്തിൻ ജാഅ യൗമൽ ഖിയാമത്തി മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് അടർന്നു വീണ ഉതിർന്നു വീണ മണിമുത്തുകളാണ്. നബിയോട് സ്നേഹമുള്ള യുവാക്കളെ, ഇനിയെങ്കിലും ചിന്തിക്കണേ, മനസ്സിലാക്കണമേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കൊന്ന് നിങ്ങൾ പെറുക്കിയെടുത്ത് ഹൃദയത്തിൽ സൂക്ഷിക്കണേ. ഇസ്മ മുഹമ്മദിക്കെ ഉജാല കർദേ, നിന്റെ ഹൃദയത്തിൽ നബി തങ്ങളെ കുറിച്ചുള്ള ഒരു പ്രകീർത്തനം സദസ്സുണ്ടാക്കി വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചൊരു വ്രണം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. നബിതങ്ങളെ കുറിച്ചൊരു ലേഖനം തന്നെ നീ എഴുതി വെക്കണേ. നിന്നെ നീയാക്കി മാറ്റിയത് ആ നബിയാണ്. ആ നബിതങ്ങള് ലോകത്ത് വന്നില്ലെങ്കിൽ നീ ഉണ്ടാവുകയില്ല. ഇന്ന് ഈ ലോകത്തിന്റെ കാരണം, ഇതിന്റെ തുടക്കവും ഇതിന്റെ ഒടുക്കവും ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ്. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആണല്ലോ നമ്മെ കൈപിടിച്ച് റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഖിയാമത്ത് നാളിൽ സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോ
മൂന്നാമത്തെ ഊത്തിലൂടെ ഖബറുകളിൽ നിന്ന് നാം എല്ലാം സടകുടഞ്ഞെഴുന്നേൽക്കുമ്പോ നമ്മെ വരിക്ക് നമ്മളെ അള്ളാന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് ആദരമായ റസൂലുള്ളാഹി തങ്ങളല്ലയോ? അന അവ്വലു മൻ യുൻശഖു അൻഹുൽ ഖബറു, ആദ്യമായി സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുന്നതിന് മുമ്പ് എന്റെ ഖബറാണ് പൊട്ടിപ്പിളരുക, ഞാനാണ് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരിക. സൂറന്ന കാഹളത്തിൽ മൂന്നാമത്തെ ഊത്തിന് മുമ്പായി ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഉണർത്തുകയാണ്, ജിബ്രീലിനെ അല്ലാഹു ഉണർത്തുകയാണ്, മീകായീലിനെ അല്ലാഹു ഉണർത്തുകയാണ്. ഈ മൂന്ന് പേരും ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മഖ്ബറയിലേക്ക് വരികയാണ്. മദീന പള്ളിയുടെ ഉമ്മറ പടിയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ തങ്ങളെ വിളിച്ചുണർത്തുകയാണ്. ആ ഖബറിനകത്ത് വിശ്രമിക്കുന്ന ലോകത്തിന്റെ ചൈതന്യമതാ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. നബി തങ്ങൾ പറയുകയാണ്, അന അവ്വലു മൻ യുൻശഖു അൻഹുൽ ഖബറു, ആദ്യമായി ഖബർ പൊട്ടിപ്പിളർന്ന് എഴുന്നേറ്റ് വരുന്നത് ഞാനായിരിക്കും. എന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂന്നാമത്തെ ഊത്ത് സൂറന്ന കാഹളത്തിൽ ഓതുക. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ, ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ. ഒരു ഘോരഗർജനത്തിലൂടെ, ഒരു പ്രകമ്പനത്തിലൂടെ, മൂന്നാമത്തെ ഊത്തിലൂടെ ഉറങ്ങിക്കിടക്കുന്ന ഖബറാളികളെ ഇതാ മലക്കുകൾ വിളിച്ചുണർത്തുകയാണ്. അവരുറങ്ങിക്കിടക്കുമ്പോ അവരെ വിളിച്ചുണർത്തുമ്പോൾ അവരെ ചോദിക്കുകയാണ്, മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഞങ്ങളുടെ ഉറക്കിന് ദോഷം വരുത്തിയത്? ആരാണ് ഞങ്ങളുടെ ഉറക്കിന് ഇടങ്ങേറ് വരുത്തിയത്? ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? ഉടനെ അവരോട് പറയപ്പെടും, ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. എത്രയെത്ര പ്രഭാഷണങ്ങളിലൂടെ, എത്രയെത്ര നാവും തുമ്പുകളിലൂടെ, എത്രയെത്ര മദ്രസകളിലൂടെ, പള്ളികളിലൂടെ, മിമ്പറുകളിലൂടെ, മിഹ്റാബുകളിലൂടെ, പ്രവാചകന്റെ നാവിലൂടെ, സഹാബത്തിന്റെ നാവിലൂടെ നിങ്ങൾക്ക് അറിയിച്ചു തന്ന സത്യമല്ലേ, സത്യമല്ലേ? ഈ ദുനിയാവ് നശ്വരമാണ്, ക്ഷണികമാണ്, നൈമിഷികമാണ്. മരിച്ച് ഖബറിലേക്ക് വീണ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഒരു വിചാരണയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ള സത്യം എത്രയെത്ര പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾ കേട്ടതല്ലേ? ഹാദാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അല്ലാഹുവിന്റെ വിളിയാളം എത്തിയിരിക്കുകയാണ്. അവരിതാ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഉറങ്ങിയത് മതി, എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ. അങ്ങനെ മലക്കുകൾ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ സഹോദരാ, നമ്മുടെ കൈകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ കണ്ണുകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ കാതുകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ ഹൃദയം നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ കാലുകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ രോമകൂമങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയും. അതാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അന്നമൻ വദഅ യദഹു അലാ ഇംറഅത്തിൻ ലാ തഹില്ലു ലഹു ജാഅ യൗമൽ ഖിയാമത്തി മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി. ആരനാൾ അനാവശ്യമായി, അകാരണമായി ഹറാമായ ഒരു പെണ്ണിനെ, അവന്റെ ഭാര്യയല്ലാത്ത ഹറാമായ ഒരു പെണ്ണിനെ
വികാര വിചാരത്തോടെ അവന്റെ കൈകൾ കൊണ്ട് സ്പർശിച്ചാൽ ജാഅ യൗമൽ ഖിയാമത്തി മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി, അവന്റെ നെറുകം തലയിൽ കൈ വിലങ്ങ് വെക്കപ്പെട്ടുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ഇവനെ കൊണ്ടുവരപ്പെടുമത്രേ. ഫഇൻ ഖബ്ബലഹാ ഖുരിളത് ശഫതാഹു ഫിന്നാർ. ആരൊരാൾ തന്റെ കാമുകിയെ നോക്കിയിട്ട് ചുംബിക്കുന്നുവോ, കാമുകനെ നോക്കിയിട്ട് ചുംബിക്കുന്നുവോ, പ്ലേയിങ് കിസ് അയച്ചു കൊടുക്കുന്നുവോ, മൊബൈലിലൂടെ ചുംബിക്കുന്നുവോ, കത്തിലൂടെ ചുംബിക്കുന്നുവോ, ചാറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ, ചീറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ, ഖുരിളത് ശഫതാഹു ഫിന്നാർ. നരകത്തിന്റെ കത്രിക കൊണ്ട് അവരുടെ ചുണ്ടുകൾ മുറിച്ചു മാറ്റപ്പെടുമത്രേ. ഫഇൻ സനാ ബിഹാ, ആരെങ്കിലും തന്റെ ഭാര്യയല്ലാതെ മറ്റൊരു പെണ്ണുമായി ശാരീരിക ലൈംഗിക വേശ്യാവൃത്തിക്ക് സാക്ഷ്യം വഹിച്ചാൽ നതഖത് ഫഖ്ദുഹു യൗമ തശ്ഹദു അലൈഹി. നമ്മുടെ അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസമാണ്. അതാണ് മഹ്ശറ, അതാണ് വിചാരണയുടെ വേദി, അതാണ് വിചാരണയുടെ കോടതി, അതാണ് റബ്ബിന്റെ കോടതി. അവിടെ സത്യം മാത്രമേ പുലരുകയുള്ളൂ, ധർമ്മം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആരുടെയും ശുപാർശകൾക്ക് അവിടെ സ്ഥാനമില്ല. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ, ഫമാ തൻഫഉ ശഫാഅത്തു ശാഫിഈൻ. ഇന്ന് ഈ ദുനിയാവിൽ എന്ത് പോക്കരിത്തരം കാണിച്ചാലും, എന്ത് തെമ്മാടിത്തരം ചെയ്താലും, ഏത് പോലീസ് പിടിച്ചാലും, എത്ര ക്യാമറകൾ ഒപ്പിയെടുത്താലും, അതെല്ലാം ഡിലീറ്റ് ചെയ്താൽ, അതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പൈസകളുടെ വാരി എറിഞ്ഞാൽ അതെല്ലാം സാധിക്കുമെങ്കിൽ ആഖിറത്തിൽ ഒരാളുടെ ശുപാർശകൾ പോലും സ്വീകരിക്കപ്പെടുകയില്ല. അവിടേക്കാണ് നിന്നെ കൊണ്ട് നിർത്തുക. ഓരോരുത്തരുടെ വായികളും സീൽ വയ്ക്കപ്പെടുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ അതാ മനുഷ്യന്റെ തുടയല് വിളിച്ചു പറയുകയാ, നതഖത് ഫഖ്ദുഹു യൗമ തശ്ഹദു അലൈഹി. ഖിയാമത്ത് നാളിൽ അവന്റെ ഓരോ അവയവങ്ങൾ അവനെതിരെ സാക്ഷി പറയാൻ പോവുകയാണ്, സാക്ഷി പറയാൻ പോവുകയാണ്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന അവ്വല അൽമിൻ മിനൽ ഇൻസാൻ യതകല്ലമു യൗമ യുഖ്തമു അലൽ അഫ്വാ ഫഖ്ദുഹു മിനർ റിജ്ലിസ് ശിമാൽ. നാളെ മഹ്ശറ വൻസഭയുടെ മുന്നിൽ വെച്ച് മനുഷ്യ മക്കളെ നമ്മുടെ വായെല്ലാം സീലി വെക്കപ്പെടുമ്പോ ആദ്യമായി മനുഷ്യന്റെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവം ഫഖ്ദുഹു മിനർ റിജ്ലിസ് ശിമാൽ, അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ്, തുടയല്ലാണെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി ഫഖാല. ആ തുടയല്ല് പറയുമത്രേ, നമ്മുടെ തുട പറയുമത്രേ, അനർകിബ്തു ലിൽ ഹറാം, അനർകിബ്തു ലിൽ ഹറാം. ഞാൻ ഹറാമായ പെണ്ണിന്റെ തുടയുമായി ചേർത്ത് വെച്ച തുടയാണ്, ഹറാമായ പെണ്ണിന്റെ പൃഷ്ഠഭാഗത്തോട് ഒട്ടി നിന്ന തുടയാണ്, ഹറാമായ പുരുഷനുമായി കെട്ടിപ്പിടിച്ചു കിടന്ന അവയവമാണ്. പെണ്ണേ നീ പറയേണ്ടതില്ല, നീ പറയേണ്ടതില്ല, അതെല്ലാം സ്കാനിങ്ങിലൂടെ ഇതാ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അതിന്റെ സമയത്ത് നമ്മുടെ അവയവങ്ങൾ വിളിച്ചു പറയുമത്രേ. ആ അവയവങ്ങൾ പറയുമ്പോ അതിനെതിരെ ചൂണ്ടാണ് വിരൽ ഉയർത്താൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ സനാ ബിംറഅത്തിൻ കാനത് മുതസവ്വിജ. ഏതെങ്കിലും സ്ത്രീകൾ തന്റെ ഭർത്താക്കന്മാർ വിദേശത്ത് പോകുമ്പോ, തന്റെ ഭർത്താക്കന്മാർ പുറത്തേക്ക് പോകുമ്പോ അന്യ പുരുഷനുമായി ലൈംഗിക ശാരീരിക ബന്ധം സ്ഥാപിച്ചാൽ കാനത് അലൈഹാ വകാന അലൈഹി നിസ്ഫു അദാബി ഹാദിഹിൽ ഉമ്മത്തി ഫീ ഖബരിഹിമാ. ഈ
ദുനിയാവിലുള്ള സകലമാന മനുഷ്യ മക്കൾക്ക് അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ശിക്ഷയെ അത് രണ്ടായിട്ട് ഓഹരി ചെയ്ത് അതിൽ ഒരു ഓഹരി വ്യഭിചരിച്ച ആണുങ്ങളെ, വ്യഭിചാരിണികളായ പെണ്ണുങ്ങളെ അവരുടെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ ആ കബറിലേക്ക് ആ ശിക്ഷകൾ ഇറക്കി കൊടുക്കുമെന്ന് കമാ ഖാല ശഫീഉനാ സനദുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, യാ മഅ്ശറൽ മുസ്ലിമീൻ, ഏ മുസ്ലിം സമുദായമേ, ഇത്തഖുസിനാ, സിനായ വ്യഭിചാരത്തെ സൂക്ഷിക്കണേ, വ്യഭിചാരത്തെ സൂക്ഷിക്കണേ, വ്യഭിചാരത്തെ സൂക്ഷിക്കണേ. ഒരു മോശമായ സ്വഭാവമാണ് മദ്യപിക്കുന്ന സ്വഭാവം ഇന്ന് നമ്മുടെ യുവാക്കൾക്കിടയിലുണ്ടെങ്കിൽ. കേവല സോഡ കുടിക്കുന്നത് പോലെ, കോള കുടിക്കുന്നത് പോലെ, ജ്യൂസ് കുടിക്കുന്നത് പോലെയാണ് ഇന്ന് മദ്യം കുടിക്കുന്നത്. കോളയുടെ കുപ്പിക്കകത്തേക്ക് മദ്യമൊഴിച്ചുകൊണ്ട്, കോളയുടെ കുപ്പിക്കകത്തേക്ക് മദ്യമൊഴിച്ചുകൊണ്ട് പരസ്യമായി അങ്ങാടിയുടെ നെറുകയിൽ വെച്ച് കുടിക്കാനുള്ള ചങ്കോറ്റം 21ാം നൂറ്റാണ്ടിന്റെ മുസൽമാൻ നീ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് ചെയ്യാൻ തീരുമാനിച്ച സകലമാന സഹായങ്ങളും അല്ലാഹു എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയല്ലയോ, മാ മിൻ ഖൗമിൻ ഇജ്തമഉ അലാ മുസ്കിരിൻ ഫിദ്ദുനിയാ ഇല്ലാ ജമഅഹുമുല്ലാഹു ഫിന്നാർ ഫയുഖ്ബിലു ബഅ്ളുഹും ബഅ്ളാ യതലാവമൂൻ യതലാവമൂൻ. ഈ ദുനിയാവിൽ വെച്ച് കമ്പനിക്ക് വേണ്ടി, കൂട്ടിന് വേണ്ടി ബാറിലോ, കള്ള് ഷാപ്പിലോ, മദ്യഷാപ്പിലോ, ഏതെങ്കിലും ഹോട്ടലിലോ, മോട്ടലിലോ, റിസോർട്ടിലോ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ, രഹസ്യ മുറിക്കകത്തോ വാഹനത്തിനകത്തോ ആരെങ്കിലും കമ്പനിക്കിരുന്ന് ഒരുമിച്ച് കൂടി മദ്യം കുടിച്ചാൽ ഇല്ലാ ജമഅഹുമുല്ലാഹു ഫിന്നാർ. ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ഒരുമിച്ചിരുന്ന് കുപ്പികൾ കൈമാറിയതുപോലെ നാളെ നരകത്തിന്റെ മടിത്തട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ഇതേ ദുനിയാവിൽ ഒരുമിച്ച് കൂടിയ കൂട്ടുകാരെ, നിങ്ങളെയും നിങ്ങളുടെ മദ്യക്കുപ്പികളെയും നരകത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. യുഖ്ബിലു ബഅ്ളുഹും ബഅ്ളാ. ഈ ദുനിയാവിൽ എങ്ങനെയാണോ ബാറിൽ തീന്മേശയുടെ മുന്നിൽ വെച്ച് പരസ്പരം നിങ്ങൾ മുഖത്തോടെ അഭിമുഖീകരിച്ചു കൊണ്ട് മദ്യം കുടിച്ചത്, ഇതേപോലെ നരകത്തിന്റെ തീക്കനലിൽ നിങ്ങളെ അഭിമുഖമായിരുത്തുമത്രേ. പക്ഷേ ഇന്ന് ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ചിരിച്ചുകൊണ്ടാണ്, രസിച്ചുകൊണ്ടാണ് മദ്യം കുടിക്കുന്നതെങ്കിൽ നാളെ നരകത്തിന്റെ തീക്കനൽ നിങ്ങളുടെ അവസ്ഥ എന്തെന്നറിയുവോ? യതലാവമൂൻ യതലാവമൂൻ. ഒരാൾ മറ്റൊരാളെ പഴിചാരുകയാണ്, ഒരാൾ മറ്റൊരാളോട് ചൊടിക്കുകയാണ്, ഒരാൾ മറ്റൊരാളെ പരിഹസിക്കുകയാ. എന്താണ് പറയുന്നതെന്നറിയുമോ? അന്തല്ലദി ഔറദത്നി ഹാദാ. എടാ ധിക്കാരി, എടാ അഹങ്കാരി, നീയാണടാ എന്നെ ഈ നരകത്തിന്റെ മടിത്തട്ടിലേക്ക്, അടിത്തട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിനുള്ള കാരണക്കാരൻ നീയാണ്, നീയാണ്, നീയാണെന്ന് നരകത്തിന്റെ തീക്കനലിൽ വെച്ച് പരസ്പരം ആക്ഷേപിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് മദ്യപിക്കല്ലേ, മദ്യപിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തുജാലിസു അലാ ശർബത്തിൽ ഖംർ. മദ്യപിക്കുന്നവന്റെ പരിസരത്ത് പോയി ഇരിക്കരുത്, അവനോടൊപ്പം സഹകരിക്കരുത്, അവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കരുത്. വലാ തുസല്ലിമു അലൈഹി, അവന് സലാം പറയരുത്. വലാ തഊദു മർളാഹും, അവൻ രോഗിയായാൽ അവന് രോഗ സന്ദർശനം നടത്തരുത്. വലാ തത്തബിഉ ജനായിസഹും, അവന്റെ മയ്യത്തിനെ പോലും നിങ്ങൾ അനുഗമിക്കരുത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇന്ന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമത്തി മുസ്വദ്ദൻ വജ്ഹുഹു മുദ്ലിഅൻ ലിസാനുഹു അലാ സദ്രിഹി
മദ്യപാനി നാളെ ആഖിറത്തിൽ വരുന്നത് എങ്ങനെയെന്നറിയുമോ? കറുത്ത് കരിവാളിച്ച വികൃത രൂപ സാദൃശ്യമുള്ള മുഖഭാവത്തോടു കൂടിയായിരിക്കും. പേപ്പട്ടിയുടെ നാവ് ഇഴഞ്ഞു കിടക്കുന്നത് പോലെ, ഇറങ്ങിക്കിടക്കുന്നത് പോലെ മദ്യം കുടിച്ച് മരിച്ചു പോകുന്ന ചെറുപ്പക്കാരാ, നിനക്ക് വേണ്ടി 1000 മയ്യത്ത് നമസ്കരിച്ചാലും, മയ്യത്തി പള്ളിക്കാട്ടിൽ കൊണ്ടടക്കം ചെയ്താലും, സാക്ഷാൽ മദ്യപിച്ചവൻ പശ്ചാത്തപിച്ച് റബ്ബിന്റെ കോടതിയിൽ മടങ്ങാത്ത പക്ഷം അവൻ നാളെ വികൃത കോലത്തിലായിരിക്കും റബ്ബിന്റെ കോടതിയിലേക്ക് അവനെ കൊണ്ടുവരിക. അവന്റെ നെഞ്ചിലേക്ക് പട്ടിയുടെ നായുടെ നാവിറങ്ങി കിടക്കുന്നത് പോലെ ഇറങ്ങിക്കിടക്കുക മാത്രമല്ല, അവന്റെ 2 ആ നാവിന്റെ ഇരുഭാഗങ്ങളിൽ നിന്ന് ഈളയിറ്റ് വീണുകൊണ്ടിരിക്കുമത്രേ. മഹ്ശറ വൻസഭയിൽ നിൽക്കുന്നവർ ഇവനെ നോക്കിയിട്ട് പറയും, അന്നഹു ശാരിബു ഖംർ. പശ്ചാത്തപിക്കാതെ മരിച്ചുപോയവനാ, അവന്റെ കോലം ഇതാണ്, അവന്റെ അവസ്ഥ ഇതാണ്. ആഖിറത്തിൽ രക്ഷയില്ല. ഫമാ തൻഫഉഹും ശഫാഅത്തുശ് ശാഫിഈൻ. ഒരാൾ പോലും ആഖിറത്തിൽ ശുപാർശയ്ക്കില്ല, ഒരാൾ പോലും ആഖിറത്തിൽ രക്ഷയ്ക്കില്ല, ഒരാൾ പോലും സഹായിക്കാനില്ല. അതുകൊണ്ട് മദ്യപാനത്തിൽ അടിമകളായ ചെറുപ്പക്കാരെ, ആ മദ്യത്തിന്റെ ചഷകം വലിച്ചെറിഞ്ഞോ സ്വർഗത്തിന്റെ പാനീയത്തിന് വേണ്ടി പ്രതീക്ഷിക്കണേ. ഇന്നലിൽ മുത്തഖീന മഫാസാ وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء ربك عطاء حسابا. ദുനിയാവിലെ മദ്യം വലിച്ചെറിഞ്ഞവരെ, ദുനിയാവിലെ മദ്യം വലിച്ചെറിഞ്ഞ ചെറുപ്പക്കാരാ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നാവിലൂടെ പരിശുദ്ധ ഖുർആൻ ഇതാ അവർക്കൊരു സാന്ത്വനമായി അറിയിക്കുകയാണ്. ഇന്നലിൽ മുത്തഖീന മഫാസാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മുത്തഖീങ്ങളെ അവർക്ക് നാളെ ആഖിറത്തിൽ വിജയത്തിന്റെ സ്ഥാനമാ. ഹദായിഖ വഅനബാ. മുന്തിരിത്തോട്ടങ്ങളും അതുപോലുള്ള അവൻ ഇഷ്ടപ്പെടുന്ന പല ഭൂയിഷ്ടങ്ങളായ തോട്ടങ്ങളും കായ്ക്കനികളും അവന് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. വകവാഇബ അത്റാബാ. ദുനിയാവിന്റെ ഹറാമായ പെണ്ണിന്റെ പിന്നാലെ നീ പോകേണ്ടതില്ല. അത് നീ ഒഴിവാക്കിയാൽ സുന്ദരികളായ ഇളം മാദകത്തിടമ്പുകൾ നിന്നെ എല്ലാ നിലയ്ക്കും രസിപ്പിക്കുന്ന പെണ്ണ്, സുന്ദരിയായ വട്ടമുഖമുള്ള ഉണ്ടക്കണ്ണുള്ള ചുറുചുറുക്കുള്ള പളപളപ്പുള്ള തുടുത്ത മാരടമുള്ള പെണ്ണ് നിനക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. മാത്രമല്ല ആ പെണ്ണിനോടൊപ്പം നിനക്ക് മദ്യത്തിന്റെ കോപ്പയും അല്ലാഹു സമ്മാനിക്കുകയാണ്. അതിന്റെ സീല് പൊട്ടിച്ചാൽ, ആ സീല് പൊട്ടിക്കുമ്പോ മദ്യം വളരെ വിശാലത, മദ്യം വളരെ ഊർജത്തോടെ, മദ്യം നല്ല നിലയ്ക്ക് പതഞ്ഞു പൊങ്ങിക്കൊണ്ട് ഉയർന്നു പോകുമെങ്കിൽ നിന്നെ സന്തോഷിപ്പിക്കുകയും കുടിക്കുന്നവർക്ക് സുഗതമായ ശുദ്ധമായ നിലയിൽ, നിനക്ക് ലഹരി ബാധിക്കാത്ത നിലയിൽ നിന്നെ സമാധാനിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന മദ്യമാണ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. വഖിതാമുഹു മിസ്ക്. അതിന്റെ മുദ്രണം എന്തെന്നറിയുമോ? അത് കസ്തൂരിയാലുള്ള മുദ്രണമാണ്. വഫിദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിസാബാ. ഒരു അനാവശ്യങ്ങളോ അനർത്ഥവാക്കുകളോ മദ്യം കുടിക്കുന്നത് കൊണ്ട് നീ കേൾക്കുകയില്ല. കാരണം എന്തെന്നറിയുമോ? ജസാഅൻ മിർ റബ്ബിക അതാഅൻ
ഹിസാബാ. അള്ളാന്റെ ഭാഗത്ത് നിന്ന് അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ദാസന്മാർക്ക് കൊടുക്കുന്ന ഔദാര്യമത്രേ. അത് കസ്തൂരിയാലുള്ള സീല് കൊണ്ട് ഒരുക്കി വെക്കപ്പെട്ടതാണ്. ഫബിദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. അത് വേണമെങ്കിൽ അതിനു വേണ്ടി മത്സരിക്കണേ. റസൂലുള്ളാഹി തങ്ങളുടെ നാവിലൂടെ ദുനിയാവിനെ ഇഷ്ടപ്പെടാതെ ആഖിറത്തിനെ കൊതിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ രസാനുഭൂതികൾ ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷ വർത്തമാനങ്ങളാണ് ഈ അറിയിക്കുന്നത്. വേണമെങ്കിൽ പരിശ്രമിച്ചോ, അതിനു വേണ്ടി ഒരുങ്ങിക്കോ. ആ ആഖിറം അല്ലാഹു കൊടുക്കാൻ തീരുമാനിച്ചത് ദുനിയാവിൽ അഹങ്കാരികൾക്കല്ല.